ശ്രീ മൃഗ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ആഗസ്റ്റ് 1 മുതൽ ശുക്രൻ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് മാറുകയാണ്. അദ്ദേഹം മാജിക്കിന്റെ ആളാണ്, സൗന്ദര്യത്തിന്റെ ആളാണ്, സൽസ്വഭാവിയാണ്, സുന്ദരനാണ്, നമുക്ക് ഭാഗ്യം തരുന്ന ആളാണ്, വിദ്യാഭ്യാസത്തിന്റെ ആളാണ്. എങ്കിലും അദ്ദേഹവും ചൊവ്വയും കൂടിയുള്ള കോമ്പിനേഷനിൽ പലവിധമായ മാറ്റങ്ങളും ഭാരതദേശ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ ശുക്ര യോഗമുള്ളപ്പോൾ പല മാറ്റത്തിനും കാരണമാകും. അവർ അതിന് പച്ചക്കൊടി പിടിക്കുന്നവരാണ്. സൃഷ്ടിപരമായ കാര്യം അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ കോമ്പിനേഷൻ പൂർണ്ണമില്ല എങ്കിലും സൃഷ്ടിയുണ്ട്, അല്പം അകലെയാണ്. ഡിഗ്രി പറയുമ്പോൾ വളരെ അകലെയാണ്. 27 നക്ഷത്രങ്ങൾക്കും സിംഹത്തിൽ നിന്ന ശുക്രൻ കന്നിയിലേക്ക് പോകുമ്പോൾ ഗുണമുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഒന്നാമതായി 6ൽ നിൽക്കുന്ന ശുക്രൻ ഗുണം കൊടുക്കുന്നത് മേടക്കൂറുകാർക്കാണ്. അശ്വതി ഭരണി കാർത്തിക 1ാം പാദത്തിനാണ്. അവർക്ക് മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും തുടർന്ന് ചെയ്യാൻ കഴിയും. ഹരിയേഴ്സ് സമ്പത്ത് മുതലായവ, സമ്പത്ത് വസ്തുവാകാം, കുടുംബത്തിൽ നിന്ന് കിട്ടാനുള്ളത് ആയതുകൊണ്ട് കുറെ കഴിയട്ടെ എന്ന് പാരൻസ് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയ ആ പ്രോഫിറ്റ് കിട്ടാം. മുടങ്ങിക്കിടന്ന വിവാഹം നടക്കും. ചിലപ്പോൾ ലോട്ടറി സാധ്യതയുണ്ട്, ചിട്ടി സാധ്യതയുണ്ട്. സഹോദരങ്ങളുമായും കുടുംബത്തിലും നല്ല ബന്ധം നിലനിർത്താൻ കഴിയും. പക്ഷേ എല്ലാം തകിടം മറിക്കാനൊരു കാരണമുണ്ട്. ഈ അശ്വതി ഭരണി കാർത്തികക്കാർക്ക് ക്ഷോഭം ചിലപ്പോൾ അടക്കാൻ കഴിയാത്തവരാണ്. ക്ഷോഭം അടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പലതും തകിടം മറിയും. മഹാവ്യാസൻ പറയുന്നത് എന്താണ്? പാപമാകുന്ന മരത്തിന്റെ വിത്താണ് കോപം. പാപമാകുന്നത് ഒരു മരമാണെങ്കിൽ അതിന്റെ വിത്ത് കോപമാണ്. കോപം നിയന്ത്രിക്കുക, ഉപേക്ഷിക്കുക, ശാന്തമാവുക, സർവ വിധമായ ഭാഗ്യവും ഗുണങ്ങളും ഈ കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. യാതൊരു സംശയമില്ല. അതുപോലെ ഗംഗാമമായ നേട്ടം ഉണ്ടാകുന്നത് കന്നിക്കൂറുകാർക്ക് തന്നെയാണ്. ഏത് ഗ്രഹം ജന്മത്തിൽ നിന്നാലും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, സൈലന്റ് ആയിരിക്കും. ഇതങ്ങനെയല്ല. ശുക്രൻ ജന്മത്തിൽ നിന്നാൽ പവറാണ്. കൂടുതൽ സഹായ സഹകരണങ്ങൾ, വിട്ടുപോയ പല ബന്ധങ്ങളും ഉറപ്പിച്ചു നിർത്തുവാനും, പല ടെസ്റ്റ് എഴുതി നിരാശരായിരിക്കുന്നവർക്ക് ജോലിക്ക് മെമ്മോ കിട്ടും, വിളിച്ചു കൊടുക്കുമെന്നൊക്കെ പറയാനില്ലേ, അതുപോലെയുള്ള അവസ്ഥയാണ് ശുക്രൻ നേടിക്കൊടുക്കുന്നത്. ചിലപ്പോൾ വിവാഹം നടക്കും. വിവാഹം നടത്തുകയും സ്വന്തം കാര്യവും വേറെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്യും. അത്രയും സന്മനസ്സുള്ളവരാണ്. ഉത്രം, അത്തം, ചിത്തിരയാണ് കന്യക്കൂറിലുള്ളത്. ഭവന നിർമ്മാണം മുടങ്ങിക്കിടന്നവർക്ക് അത് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. ജോലി, വരുമാനം, മിച്ചം, കൂട്ടത്തിൽ ഗംഭീരമായ വിവാഹവും പുതിയ ഭവന നിർമ്മാണവും ഒക്കെ നടത്താൻ സാധ്യതയുള്ളവരാണ്. അടുത്തത് വരുന്നത് ഉത്രാടം 3/4 ഭാഗം, അവസാനത്തെ 3/4 ഭാഗം തിരുവോണം, അവിട്ടം, മകരക്കൂറാണ്. ഈ കൂറുകാർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് വിചാരിച്ച് പൊളിഞ്ഞു നിൽക്കുന്ന ഉത്രാടംകാരായ തിരുവോണംകാരായാലും അവിട്ടത്തിന്റെ 1ഉം 2ഉം പാദത്തിലുള്ളവരായാലും ഈ സ്ഥിതി അവർക്ക് ഗംഭീരമാണ്. തടസ്സങ്ങൾ മാറും, എല്ലാ ആനുകൂല്യങ്ങളും കിട്ടും. അവർ 3 പേരും മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. അത് ആ ക്ഷേത്രം എന്ന് പറയുന്നത് ശനിയുടേതാണ്. ശനി അവർക്ക് സപ്പോർട്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് ശനിക്ക് വളരെ സന്തോഷമാണ്. ചിലർ ചോദിക്കാറില്ലേ, വലിയ മുതലാളിമാർക്കൊന്നും, പ്രത്യേകിച്ച് വിശ്വബലിയുടെ കാര്യം തന്നെ ചിലർ പേരെടുത്തു, അവർക്കൊന്നും സന്തോഷമില്ലല്ലോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സത്യമായതുകൊണ്ടാണ്. കാരണം മറ്റുള്ളവരെ സഹായിക്കുന്നത്, ആരൊക്കെ സഹായിക്കുന്നു, ആർക്കെല്ലാം സഹായം കൊടുക്കുന്നു എന്ന് ഇത്തരം വ്യവസായികൾക്ക് അറിയില്ല. അവർക്ക് ജനീദോഷവും ചൊവ്വാദോഷമൊന്നുമില്ല. കാരണം അവർക്ക് ഇവരുടെ എല്ലാം പൂർണ്ണ പിന്തുണയുണ്ട്. മറ്റുള്ളവരെ ഉയർത്താൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെയാണ്. മേടക്കൂറ്, കന്നിക്കൂറ്, മകരക്കൂറ്, ഇവർക്ക് 3 പേർക്കും, മകരക്കൂറിന് പ്രത്യേകിച്ച് പെർസെൻറ്റേജ് നോക്കിയാൽ ആർക്കാണ് ഗുണം കൂടുതൽ ശുക്രനിൽ നിന്ന് കിട്ടുന്നത്, കന്നിയിൽ നിൽക്കുന്ന ശുക്രനിൽ നിന്ന് കിട്ടുന്നതെന്ന് വിചാരിച്ചാൽ അത് തീർച്ചയായും മകരക്കൂറുകാർക്കാണ്. അവിടെ നിന്ന് രാശി നോക്കുമ്പോൾ 8, 9ലാണ്. ശുക്രനിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയാറുണ്ട്, ലഗ്നാൽ പൂർണ്ണ ഫലവും ചന്ദ്രനിൽ നിന്ന് പകുതി ഫലവും
ശുക്രനിൽ നിന്ന് കാൽഭാഗവും എന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. എന്തായാലും ഈ ശുക്രനിൽ നിന്ന് നോക്കിയാൽ പോലും സന്താനങ്ങൾക്ക് വൻ വിജയമാണ്. പണം കൊയ്തെടുക്കാൻ കഴിയും. അപ്രകാരമുള്ള വിവാഹം നടക്കും. അപ്രകാരമുള്ള തൊഴിൽ മേഖല വികസിക്കും. ഇയാൾ വർക്ക് ചെയ്യുന്നു എന്ന കാരണം കൊണ്ടാൽ ഉത്രാടം തിരുവോണം അവിട്ടം വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഉയരും. അവർക്കതിൻ്റെ സ്പെഷ്യൽ ബോണസും അംഗീകാരവും അവാർഡും ലഭിക്കും. അപ്രകാരം വളരെയേറെ സങ്കടപ്പെട്ടിരുന്ന പലരും സ്ഥാപനം ഉയർന്നതോടുകൂടി ഇത്തരക്കാരോട് ആദരവും സന്തോഷവും ഉണ്ടാകും. മേൽക്കുമേൽ അവർക്ക് ഉയർച്ചയുണ്ട്. ചിലപ്പോൾ വേറൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ ആ മുതലാളി ഈ നക്ഷത്രക്കാരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സ്ഥാപനം പോലും ചാർജ് പൂർണ്ണമായി ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അടുത്ത സ്ഥാപനം തുടങ്ങുന്ന നിലയിലേക്ക് പോലും ഇവർ ഉയരുന്നതാണ്. ഇവർ ഈ സ്ഥാപനം നോക്കാൻ അദ്ദേഹം ഏൽപ്പിക്കുകയും അദ്ദേഹം പുതിയ സ്ഥാപനം തുടങ്ങുകയും ഇവനെ കൊണ്ടാണ് അല്ലെങ്കിൽ ഇവളെ കൊണ്ടാണ് ഇതെല്ലാം നടന്നത് എന്ന് ഉൾവിളി അദ്ദേഹത്തിനുണ്ടാകും. ഇതൊക്കെ നോക്കുമ്പോൾ ഈ ശുക്രൻ സിംഹത്തിൽ നിന്ന് കന്നിയിലേക്ക് വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം മേടക്കൂറ്, കന്നിക്കൂറ്, മകരക്കൂറിനാണ്. എല്ലാവർക്കും ഐക്യത്തമ്മയുടെ പേരിൽ സന്തോഷമുണ്ടാകട്ടെ. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു.